ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഫയലിൽ അത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് വീഡിയോ നോക്കാം. ഇതാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വീഡിയോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വാനയ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ്, അതുപോലെ ഇമേജ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഫ്രെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയും വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ ജനറേഷനിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പുതിയൊരു AI മോഡലിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാൻ AI ആണ് അതിൻ്റെ പേര് വരുന്നത്. ആലിബാബ എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാൻ AI യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് തരും. അതുപോലെ ഇമേജ് ടു വീഡിയോ ജനറേഷൻ പോസിബിൾ ആണ്. നമ്മളൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ അതിൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഫ്രെയിംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയും വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്ന മെയിൻ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി വാൻ AI യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് നമുക്ക് നോക്കാം. ഇതൊരു ഓപ്പൺ സോഴ്സ് മോഡലാണ്. അത് കാരണം നമുക്ക് ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് റൺ ചെയ്ത് വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഷൻസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. സൈക്ലിങ്ങിൻ്റെ, അതുപോലെ തന്നെ ഡാൻസിൻ്റെ, ബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ റേസിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോഷൻസ് ഉള്ള വീഡിയോസാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ വാൻ AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന മോഡൽസാണ്, വീഡിയോസാണ്. നിങ്ങൾക്ക് വാൻ XAI എന്നുള്ള ഈ URL പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ സിമുലേഷൻസ് വരുന്ന വീഡിയോസ്, അതായത് റിയൽ വേൾഡ് ആയിട്ടുള്ള റിയൽ ഒബ്ജക്ട്സ് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വെച്ചിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്കിവിടെ കാണാം. യൂഷ്വലി ഇങ്ങനെ ഈ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഫിംഗേഴ്സൊന്നും കറക്റ്റായിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഗ്രാബ് ചെയ്യുന്നത് വീഡിയോ ജനറേഷൻ മോഡലുകളിൽ കൂടുതൽ കിട്ടാറില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആനിമൽ ഇത് കറക്റ്റായിട്ട് പിടിച്ച് കട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒരു വാട്ടറിൻ്റെ ആ ഒരു വേവ്സ് ഉണ്ടല്ലോ, ഒരാൾ അതിന് എണീറ്റ് വരുമ്പോഴത്തേക്കിനുള്ളൊരിത് അതും വളരെ കറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആർച്ചറിയുടെ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു വാട്ടർ ബലൂൺ വെള്ളത്തിൽ വീഴുമ്പോൾ വരുന്ന ആ സ്പട്ടറിങ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് ക്വാളിറ്റി വീഡിയോസ് ജനറേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് അവരിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു അണ്ടർ വാട്ടർ അഡ്വെഞ്ചറിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഐസിൻ്റെ കുറേ മൂവ്മെൻറ്റ്സ് മാറുന്നത്, കളേഴ്സ് മാറുന്നത് വളരെ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോൺസ്റ്റർ ഫാമിലിയുടെ കാണിച്ചിട്ടുണ്ട്, ഒരു ക്രോയുടെ കാണിച്ചിട്ടുണ്ട്, ഒരു ബോയ് ഫ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോയും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോളബിൾ എഡിറ്റിങ് പോസിബിളാണ്. കറക്റ്റായിട്ട് ഓരോ ഇമേജസിനെ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ പോസിബിളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഈ ഒരു ഇതിനെ മാറ്റി ഈ ഒരു ഇതിനെ ആക്കിയേക്കുന്നതൊക്കെ കറക്റ്റായിട്ട് കൺട്രോളബിൾ ആയിട്ടുള്ള എഡിറ്റിങ് പോസിബിളാണ്. അടുത്തത് സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക്കാണ്. സൗണ്ട് എഫക്ട്സും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആ ഒരു വീഡിയോയ്ക്ക് അലൈൻ ആയിട്ടുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഓഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ ഐസ് ഫോളിങ്ങിൻ്റെത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ആ സൗണ്ട് എഫക്റ്റ് ജനറേഷൻസും ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് വെച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് വീഡിയോസ് കാണാനായിട്ട് പറ്റും. വാൻ AI ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ലോക്കലി നിങ്ങൾക്ക് റണ്ണ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഗൂഗിൾ കൊളാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ലോക്കൽ സിസ്റ്റത്തിൽ ഒരു 50 GB ഒക്കെ VRAM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലോക്കലി റൺ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ കൊളാബിലാണത് റൺ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഗിറ്റിൽ നിന്ന് നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ URL കിട്ടാൻ വേണ്ടി ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഗിറ്റ് ഹബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ഹബിൻ്റെ URLിലേക്ക് പോകും. അതുപോലെ ഹഗ്ഗിങ് ഫേസ് URLിലേക്ക് പോകാൻ ഇവിടെ ഹഗ്ഗിങ് ഫേസിൽ ക്ലിക്ക് ചെയ്യാം. ഗിറ്റ് ഹബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ URL യൂസ് ചെയ്ത് ഗിറ്റ് ക്ലോൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗിറ്റ് ക്ലോൺ കമാൻഡ് റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ കൊളാബിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ലോക്കലി ചെയ്യുകയാണെങ്കിൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഫസ്റ്റ് കമാൻഡ് റൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗിറ്റ് ഇപ്പോൾ ക്ലോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2.1 എന്ന് പറയുന്ന ഈ ഫോൾഡറിലേക്ക് നമ്മുടെ ഫയൽസൊക്കെ ക്ലോൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു requirements.txt എന്ന് പറയുന്ന ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ ഇതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഈ ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ഡയറക്ടറിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ടാണ് CD WAN 2.1 എന്നുള്ള ഈ കമാൻഡ് റൺ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് പിപ്പ് ഇൻസ്റ്റാൾ requirements.txt ഈ ഫയലിലുള്ള ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ് ഇനി നമ്മൾ അടുത്തത് റൺ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വേണ്ട ഡിപ്പെൻഡൻസീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹഗ്ഗിങ് ഫേസിൽ നിന്നും നമ്മുടെ WAN 2.1ൻ്റെ മോഡൽ വെയിറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഹഗ്ഗിങ് ഫേസിൻ്റെ CLI നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനാണ് നമ്മളിവിടെ പിപ്പ് ഇൻസ്റ്റാൾ ഹഗ്ഗിങ് ഫേസ് ഹബ്ബ് എന്നുള്ള ഈ കമാൻഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ കമാൻഡ് റൺ ചെയ്യുമ്പം നമ്മൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഹഗ്ഗിങ് ഫേസിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ആക്സസ് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണും. പ്രൊഫൈലിൽ വന്നു കഴിയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ആക്സസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്സസ് ടോക്കണിന് ഒരു നെയിം കൊടുക്കുക. അതുപോലെ തന്നെ യൂസർ പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, റീഡ് ആക്സസും റൈറ്റ് ആക്സസും. അതിനുശേഷം ഈ ആക്സസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഒരു ആക്സസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ത്രൂ നിങ്ങളും ആക്സസ് ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഹഗ്ഗിങ് ഫേസിൻ്റെ അതിൽ ലോഗിൻ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ച ടോക്കൺ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ ടോക്കൺ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എൻ്റർ ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യെസ് ക്ലിക്ക് ചെയ്യാം ഇവിടെ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ലോഗിനായി. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മോഡൽ വെയിറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. അതിനാണ് നമ്മൾ ഈ ഒരു കമാൻഡ് ഇവിടെ റൺ ചെയ്യുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ 1.3 ബില്യൺ ടോക്കൺസിൻ്റെ ഈ ഒരു മോഡലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കാം എന്നുള്ള കമാൻഡ് റൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിനുള്ള കമാൻഡ്. ഇനി നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അത് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഗിറ്റ്ഹബ് റിപ്പോയിൽ പോയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ കമാൻഡുകളെല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളത് കാണും. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമാൻഡുകൾ റൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്ത ഗിറ്റ് ക്ലോൺ ചെയ്തു, ചേഞ്ച് ഡയറക്ടറി, അതുപോലെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ഹഗ്ഗിങ് ഫേസിൻ്റെ CLI ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ്, അങ്ങനെയുള്ള എല്ലാ കമാൻഡ്സും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കമാൻഡാണ്. ഓക്കെ, ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ പ്രോംപ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് വീഡിയോ ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോയുടെ പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ബേബി ലാഫിങ് ആസ് ബട്ടർഫ്ലൈസ് മെയ്ഡ് ഓഫ് ലൈറ്റ് ഫട്ടർ അറൗണ്ട് ദെയർ ഹാൻഡ്സ് ഇൻ എ മൂൺലിറ്റ് ഗാർഡൻ എന്നുള്ളതാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് WAN 2.1 നമുക്കത് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നോക്കാം. അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫയലിൽ അത് സേവ് ആയിട്ടുണ്ട്. നമുക്കിവിടെ അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് വീഡിയോ നോക്കാം.
ഇതാണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വീഡിയോ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗ്രേഡിയോ ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ അത് റൺ ചെയ്യുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രേഡിയോ എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് വരിക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 1.3 ബില്യൻ്റെ മോഡലാണ്. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഇവിടെ ഷെയർ എന്നുള്ളത് ഒന്ന് ട്രൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഫയൽ സേവ് ചെയ്യുക. ഇനി നമുക്ക് ഈ കമാൻഡ് റൺ ചെയ്യാം. ഈ കമാൻഡും നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ നിന്ന് തന്നെ ആ കമാൻഡ്സ് എല്ലാം കിട്ടും. ഈ ഗ്രേഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഒരു GUI ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ കമാൻഡ് റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റണ്ണിങ് ഓൺ പബ്ലിക് URL ഈ URL ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ നമ്മുടെ പ്രോംപ്റ്റും അതുപോലെ ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ഓപ്ഷൻസും ഒക്കെ ഇവിടെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി കിട്ടും. നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന വീഡിയോ. വാൻ 2 യൂസ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും വാൻ AI ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു വീഡിയോ ജനറേഷൻ മോഡലാണ് വാൻ AI. മാത്രമല്ല ഓപ്പൺ സോഴ്സ് മോഡലുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI റിലേറ്റഡ് കണ്ടൻസിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.